ഹായ്, ഞാൻ അബ്ദു കൊയിലഗ്രാഫാം. ഇന്നിപ്പോ നമ്മള് കോഴിക്കോട് സ്ഥലത്തിന് പറമ്പത്ത് എന്ന സ്ഥലത്താണ്. റിയാസ് ഭായിന്റെ വീട്ടിലാണ്. നാംഡോഗ്മായിയാണ് ഫസ്റ്റ് പ്ലാൻ ചെയ്യാൻ പോകുന്നത്. അപ്പൊ നിങ്ങൾ പറഞ്ഞു കൊടുക്കുക എവിടെയാണ് സ്ഥലമൊക്കെ കറക്റ്റ്? ഇത് നമ്മള് തലക്കുളത്തൂർ എന്നാ പറയാ. നമുക്ക് പറമ്പത്ത് പിന്നെ ഉള്ളേരി റോഡ്, കോഴിക്കോട് നിന്ന് ഉള്ളേരി റോഡ്, പത്തോളി റോഡ് എന്നൊക്കെ. ഇവിടെ ശരിക്കും ഈ ഏരിയയിൽ മണ്ണ് നല്ല മണ്ണാണ്. pH ശരിക്ക് 6 ഉണ്ട്. ഒരുവിധം എല്ലാ മാവും ഇവിടെ കായ്ക്കും. pH വേരിയേഷൻ ഇല്ലാതെ ഞങ്ങളവിടെ 5.5 ഉള്ളൂ. 6 pH എന്ന് പറഞ്ഞാൽ ശരിക്കും നല്ലോണം മണ്ണ് കായ്ക്കുന്ന സ്ഥലം. കുമ്മായിടണം, പിന്നെ അമ്പളം കൂടുതലാണ്. റീസൈക്കിൾ ആക്കിയിട്ടൊക്കെ ചെയ്യുന്നതാണ്. കട്ടിവെച്ച രീതി എന്ന് പറഞ്ഞാൽ ആദ്യം കുയ്യെടുത്ത്, ഇത് ലൂസ് മണ്ണായതുകൊണ്ട് ആദ്യം കുയ്യെടുത്തിട്ട് കുമ്മായിട്ട് ആട്ടുംകാട്ടിട്ട് ഇനിയിപ്പോൾ ഇറക്കി വെച്ചിട്ട് കൈ വെച്ചോളി. കുയിലേക്ക് ഇറക്കി വെക്കൂല, 2 ഇഞ്ച് പൊക്കി വെക്കണം. വെള്ളം നിന്ന് കഴിഞ്ഞാൽ ചീഞ്ഞു പോണ സ്ഥലമാണ്. പൊന്തിച്ചതിന് 60. ഇതാണ് വലിയ കവറുകളൊക്കെ നമ്മൾ ചെയ്യുന്ന രീതി. ഇതാണ് അടി പൊട്ടിച്ചുകൊണ്ട് ഊരിയെടുത്തത്. അതുകൊണ്ട് മണ്ണ് ഇളകൂല. മണ്ണിൻ്റെ അലൈൻമെൻറ്റ് കറക്റ്റ് നോക്കണം. കുയ്യിൽ വെള്ളം നിന്ന് കഴിഞ്ഞാൽ വേര് ചീഞ്ഞു പോകും. അപ്പം നമുക്ക് എന്താവും, കായ്ഫലം കിട്ടൂല. അപ്പോൾ അടിവളം ചെയ്ത് ഇനി സൈഡിൽ കുറച്ച് സൂപ്പർ മില്ല്, അപ്ടെക്കിൻ്റെ സൂപ്പർ മില്ലാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അത് കുറച്ചേ ഇടാവും, കൂടുതൽ ഇട്ടാൽ അതും വേര് ചെയ്യും. ഇത് മാത്രമല്ല, അത് അവിടെ ഫുള്ളായിട്ടുണ്ട്. കുളമ്പ് മാവ് ഇതാ സൈഡിൽ വെച്ചിരുന്ന കുളമ്പ്, ഉളറ്, ചേലന്, അബിയു, വിയറ്റ്നാം മേർലി, എക്സോട്ടിക് ഫ്രൂട്ട്സുകൾ കംപ്ലീറ്റ് അവിടെ ഉണ്ടതാ. കാണിച്ചവർ വീട് കുടിരിക്കൽ കഴിഞ്ഞില്ല, കുടിരിക്കാൻ വേണ്ടിയിട്ടാണ്. അതുകൊണ്ട് മലയാളിമാരാ കാണുന്നതാ ഇവിടെ എല്ലാവരും. റംബുട്ടാനതാ, കാലാപ്പാടി, പോർച്ചുഗൽ, ലോഗൻ, ബനാന പിക്കുമാണ്. ഇതൊരു കോട്ടിയാടാണ്. കോട്ടിയാടിൽ മാംഗോസിന് ഇതാ സെൻറ്ററിൽ കൊടുക്കാൻ പോകുന്നത്. തണൽമരായി എക്സോട്ടിക് ഫ്രൂട്ട്സുകളാണ്. എക്സോട്ടിക് ഫ്രൂട്ട്സുകൾ ഒന്ന് പരിചയപ്പെടുത്തി കൊടുത്താൽ അതിന്റെ എല്ലാത്തിന്റെ പേരൊന്ന് പറയും. റൈൻ ഫോറസ്റ്റ് പ്ലം അല്ലേ? ഓക്കെ. ഇത് ജബോട്ടിക്കാവിന്റെ മരമുന്തിരി, പ്രിക്കോഷ്യ അല്ലത്? പ്രിക്കോഷ്യ. ഓക്കെ. സീറ്റ് ലൂവി അല്ലേ? ആ അതെ, സ്കാർലൈറ്റ് അല്ലേ? ഓക്കെ ഓക്കെ. ആ, ജപ്പാൻ പേര് ഏതാണ് സാധനം? അത് ക്രിസ്റ്റലാ? VNR. ഓക്കെ. ആ, വനില ടെന്നീസ് ചെറി അല്ലേ? അന്ന് പൊക്കിപ്പൊടി. അത് ശരിക്കും റൂബിക്കാന്ന് പറഞ്ഞിട്ട് വേറെ മുള്ളുള്ളത് വെക്കലുണ്ട് ആൾക്കാർ. അത് ശ്രദ്ധിക്കണം നിങ്ങൾ എവിടെ നിന്ന് വാങ്ങുകയാണേലും. ഇതിൻ്റെ വനില ടെന്നീസ് ചെറിൻ്റെ ഒറിജിനൽ ചെടി അതാണ്. ആ, ഗവർണേഴ്സ് പ്ലം എന്നും പറയും. നമുക്ക് കായുണ്ടല്ലോ. ആ, ഹിമാലയ മൾബറി അല്ലേ? പാകിസ്ഥാൻ മൾബറി എന്നൊക്കെ പറയും. ആ, റെഡ് ലേഡി പപ്പായ, പൂന. പിന്നെ അത് അങ്ങനെ ബട്ടർ ഫ്രൂട്ട് ട്രോപ്പിക്കലാണത്. ചാമ്പ, ഉമ്മർ ചാമ്പല്ല, ബാലിച്ചാമ്പ അല്ലേ? ഓക്കെ. ഇത്തിരി സാധനങ്ങൾ നമ്മൾ പ്ലാൻ ചെയ്യുന്നതാ. കറക്റ്റ് മെയിൻ്റെനൻസും കാര്യങ്ങളൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ ഉഷാറാവും. കുടി അപ്പം നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ഇങ്ങനെ വെച്ച് കൊടുക്കും. സൈറ്റിൽ വന്നിട്ട് അതിൻ്റെ മെയിൻ്റെനൻസും ചെയ്യും. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ വിളിക്കുക. താഴെ വാട്സപ്പ് നമ്പർ കൊടുക്കും. ഫോൺ ചെയ്തുകൊണ്ട് കാര്യമില്ല. ഓക്കെ, ബൈ.